നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ലോകം പോയ വാരത്തിൻ്റെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. യുദ്ധഭൂമിയിൽ തനിച്ചായതുപോലെയാണ് ഇപ്പോൾ യുക്രൈൻ. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് പിന്നാലെ തങ്ങൾ രാജ്യാന്തര സമൂഹത്തിൽ നിന്നും മാഞ്ഞുപോയതായി യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി പറഞ്ഞു. റഷ്യൻ അധിനിവേശത്തിൻ്റെ തുടക്കത്തിൽ പിന്തുണ നൽകിയവർക്കെല്ലാം ഇപ്പോൾ മൗനമാണെന്നാണ് സെലൻസ്കിയുടെ കുറ്റപ്പെടുത്തൽ. ആയുധങ്ങളുടെയും പണത്തിൻ്റെയും ഒഴുക്ക് കുറഞ്ഞതാണ് യുക്രൈൻ ഇപ്പോൾ നേരിടുന്ന പ്രധാന പ്രതിസന്ധി. ശൈത്യകാലം അടുത്തതോടെ റഷ്യൻ സൈന്യത്തെ പ്രതിരോധിക്കാൻ ആവശ്യമായ ആയുധങ്ങളുടെ അഭാവം യുക്രൈനെ സമ്മർദ്ദത്തിലാക്കുന്നു. ഒരു വെടിയുണ്ട പോലും ഇനി യുക്രൈന് നൽകില്ലെന്ന് പോളണ്ടും യൂറോപ്യൻ യൂണിയൻ പ്രഖ്യാപിച്ച ധനസഹായം ഹംഗറി വീറ്റോ ചെയ്തതും യുക്രൈന് തിരിച്ചടിയായി. പണത്തിനും ആയുധങ്ങൾക്കുമായി അമേരിക്കയിലെത്തിയ സെലൻസ്കി നിരാശയോടെ വെറും കൈയോടെ മടങ്ങി. ഈ ശൈത്യകാലം യുക്രൈൻ അതിജീവിക്കില്ലെന്നാണ് ചില നിരീക്ഷകരുടെ അഭിപ്രായം. ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ശേഷം അന്താരാഷ്ട്ര ശ്രദ്ധയിൽ നിന്ന് യുക്രൈൻ മാഞ്ഞുപോകുന്നതായി അടുത്തിടെ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി പരിതപിച്ചിരുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധം തങ്ങളെ ക്ഷീണിപ്പിച്ചെന്നും എന്നാൽ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ റഷ്യ സന്തുഷ്ടരാണെന്നും NBC ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ സെലൻസ്കി പറഞ്ഞിരുന്നു. And to believe in ourselves. Of course, that is important. But my question is, what is the alternative? What do we have to do to say, okay, we are not okay, yes, our partners or some of our partners are really think that we can't go forward, that we can't have success, that we will not win. What to do? What alternative? സെലൻസ്കിയെ ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത് ധനവരവിന്റെ അഭാവമാണ്. റഷ്യൻ അധിനിവേശം ആരംഭിച്ചതു മുതൽ നടത്തിയ ഓൺലൈൻ ധനസമാഹരണത്തിൽ കോടികൾ ഒഴുകിയെത്തി. ഈ പണം കൊണ്ടായിരുന്നു റഷ്യക്കെതിരെ പൊരുതി നിൽക്കാൻ യുദ്ധോപകരണങ്ങൾ വാങ്ങിക്കൂട്ടിയത്. എന്നാൽ ഗാസയിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ശേഷം സംഭാവനയുടെ വരവ് വളരെ കുറഞ്ഞു. ആയുധങ്ങളും പണവും സഖ്യകക്ഷികളുടെ ഉറപ്പും നൽകി പിന്തുണച്ചിരുന്ന അമേരിക്ക കൂടി പിന്നോക്കം പോയത് യുക്രൈനെ ശരിക്കും വെട്ടിലാക്കി. സാമ്പത്തിക ഞെരുക്കത്തിനൊപ്പം ഇസ്രയേലിനെ കൂടി സഹായിക്കേണ്ടതിനാൽ US യുക്രൈനുള്ള സഹായം വെട്ടിക്കുറച്ചു. സഹായം നൽകിയില്ലെങ്കിൽ റഷ്യയുമായുള്ള യുദ്ധത്തിൽ തോറ്റുപോകുമെന്നാണ് സെലൻസ്കിയുടെ മുന്നറിയിപ്പ്. യുക്രൈനിൽ റഷ്യ വിജയത്തോടടുക്കുന്നുവെന്ന വാർത്തകൾക്കിടയിലാണ് സെലൻസ്കി US-നും നേറ്റോ സഖ്യത്തിനും മുന്നറിയിപ്പ് നൽകിയത്. US സെനറ്റിൽ ഓൺലൈനായി നടത്തേണ്ട ചർച്ച പോലും അമേരിക്കയിൽ നിന്നുള്ള നിസ്സഹകരണം കാരണം സെലൻസ്കിക്ക് മാറ്റിവെക്കേണ്ടി വന്നു. ഞങ്ങൾക്ക് പണമില്ല, സമയവുമില്ല എന്ന വൈറ്റ് ഹൌസ് ബജറ്റ് ഡയറക്ടർ ഷാലൻഡ യങ്ങിന്റെ പ്രതികരണം പോലും സെലൻസ്കിയെ നിരാശപ്പെടുത്തി. നിരാശ ഉള്ളിലൊതുക്കി ഒടുവിൽ സെലൻസ്കി നേരിട്ട് US-ലെത്തി. റഷ്യൻ ആക്രമണം നേരിടുന്നതിന് കൂടുതൽ ഫണ്ട് നേടിയെടുക്കുകയായിരുന്നു സെലൻസ്കിയുടെ ലക്ഷ്യം. എന്നാൽ യുക്രൈന് ഫണ്ട് അനുവദിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗങ്ങൾ സെലൻസ്കിയെ അറിയിച്ചതിനെ തുടർന്ന് വെറും കൈയോടെ അദ്ദേഹത്തിന് മടങ്ങേണ്ടി വന്നു. യുക്രൈൻ, ഇസ്രയേൽ, തായ്വാൻ എന്നീ രാജ്യങ്ങൾക്കായി $11,000 കോടി സഹായ പാക്കേജ് US ഭരണപക്ഷം തയ്യാറാക്കിയിട്ടുണ്ട്. പാക്കേജിന് അന്തിമ അനുമതി പ്രസിഡന്റ് ജോ ബൈഡനും നൽകിയിരുന്നു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടുത്തുവരവേ അനിയന്ത്രിതമായ കുടിയേറ്റം പ്രധാന വിഷയമാക്കാനാണ് റിപ്പബ്ലിക്കന്മാരുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ കുടിയേറ്റ നിയന്ത്രണത്തിന് കൂടുതൽ നടപടികൾ പ്രഖ്യാപിക്കാതെ പാക്കേജ് പാസാക്കാൻ അനുവദിക്കില്ലെന്ന റിപ്പബ്ലിക്കന്മാരുടെ നിലപാട് വെട്ടിലാക്കിയത് ബൈഡൻ സർക്കാരിനെയാണ്. മാത്രവുമല്ല, യുക്രൈൻ യുദ്ധം സംബന്ധിച്ച് ബൈഡൻ ഭരണകൂടത്തിന് വ്യക്തമായ പദ്ധതിയില്ലെന്നും റിപ്പബ്ലിക്കന്മാർ കുറ്റപ്പെടുത്തി. ഈ തീരുമാനത്തിൽ മാറ്റം വേണമെന്ന് പൊതുസഭാ സ്പീക്കർ മൈക്ക് ജോൺസൺ അടക്കമുള്ള റിപ്പബ്ലിക്കൻ നേതാക്കളുമായി സെലൻസ്കി നേരിട്ട് ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ചർച്ചയ്ക്ക് ശേഷം ഒരുമിച്ച് മാധ്യമപ്രവർത്തകരെ കാണാൻ പോലും ജോൺസൺ കൂട്ടാക്കാത്തത് സെലൻസ്കിയെ നിരാശപ്പെടുത്തി. യുക്രൈന് സഹായം നൽകുന്നതിന് പിന്തുണയ്ക്കാം, പക്ഷേ അതിന് വ്യക്തമായ പദ്ധതിയും കോൺഗ്രസിന്റെ മേൽനോട്ടവും വേണമെന്ന് പിന്നീട് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് സ്പീക്കർ ജോൺസൺ വെളിപ്പെടുത്തി. For clarity, we need a clear articulation of the strategy to allow Ukraine to win. And thus far, their responses have been insufficient. They have not provided us the clarity and the detail that we have requested over and over
since literally 24 hours after I was handed the gavel as Speaker of the House. And so what the Biden administration seems to be asking for is billions of additional dollars with no appropriate oversight, no clear strategy to win, and none of the answers that I think the American people are owed. റിപ്പബ്ലിക്കന്മാർ കടുത്ത നിലപാടെടുത്തതിന് പിന്നാലെ സെലൻസ്കി പ്രസിഡന്റ് ജോ ബൈഡനുമായും കൂടിക്കാഴ്ച നടത്തി. യുക്രൈന് സഹായം നിഷേധിക്കുന്നത് റഷ്യയ്ക്ക് ക്രിസ്മസ് സമ്മാനം നൽകുന്നതിന് തുല്യമാണെന്ന് ബൈഡൻ പറഞ്ഞതോടെ നിരാശനായ സെലൻസ്കി കീവിലേക്ക് വിമാനം കയറി. യുഎസിൽ നിന്ന് മടങ്ങിയെത്തിയ യുക്രൈൻ പ്രസിഡന്റിന് അടുത്ത തിരിച്ചടി ലഭിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ അംഗമായ ഹംഗറിയിൽ നിന്നായിരുന്നു. യുക്രൈന് $5,500 കോടി സാമ്പത്തിക സഹായം നൽകാനുള്ള യൂറോപ്യൻ യൂണിയന്റെ പദ്ധതിയെ ഹംഗറി തടഞ്ഞതാണ് സെലൻസ്കിക്ക് തിരിച്ചടിയായത്. യുക്രൈന് യൂറോപ്യൻ യൂണിയനിൽ അംഗത്വം നൽകാനുള്ള തീരുമാനമുണ്ടായി മണിക്കൂറുകൾക്കകമാണ് ഹംഗറി വീറ്റോ അധികാരം പ്രയോഗിച്ച് യുക്രൈനുള്ള സഹായം തടഞ്ഞത്. ഇതിന്റെ പിന്നിൽ റഷ്യ എന്നാണ് യൂറോപ്യൻ യൂണിയന്റെ ആരോപണം. യുഎസിന്റെയും യൂറോപ്യൻ യൂണിയന്റെയും സാമ്പത്തിക സഹായം കൊണ്ട് റഷ്യയെ നേരിടുന്ന യുക്രൈനെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട നീക്കമാണ് ഹംഗറിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. യുക്രൈനും മോൾഡോവയ്ക്കും യൂറോപ്യൻ യൂണിയനിൽ അംഗത്വം നൽകാനുള്ള തീരുമാനത്തെ ഹംഗറി അടക്കം 27 രാജ്യങ്ങൾ പിന്തുണച്ചെങ്കിലും യുക്രൈന് അധിക ഫണ്ട് നൽകാനുള്ള പദ്ധതി വീറ്റോ ചെയ്യുമെന്ന് ഹംഗറി പ്രസിഡന്റ് വിക്ടർ ഓർബാൻ ട്വീറ്റ് ചെയ്തിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നല്ല അടുപ്പം പുലർത്തുന്നയാളാണ് വിക്ടർ ഓർബാൻ. യുക്രൈന് യൂറോപ്യൻ യൂണിയനിൽ അംഗത്വം നൽകാനുള്ള നടപടിക്രമങ്ങൾ വർഷങ്ങൾ വേണ്ടിവരുമെന്നും അതിനിടെ ഹംഗേറിയൻ പാർലമെന്റിന് വേണമെങ്കിൽ തടയാവുന്നതാണെന്നും ഓർബാൻ പറഞ്ഞു. യൂറോപ്യൻ യൂണിയനോടൊപ്പം നിൽക്കുമ്പോഴും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോടുള്ള കൂറാണ് വിക്ടർ ഓർബാന്റെ വാക്കുകളിൽ പ്രകടമായത്. എന്നാൽ ശൈത്യകാലം കൂടി അടുത്തു വരുമ്പോൾ യുക്രൈന് പാശ്ചാത്യ സഹായം നിലയ്ക്കുന്നതിന്റെ സൂചനകളാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നതെന്ന് നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതിനിടെ യുക്രൈനിൽ റഷ്യ ഉന്നമിടുന്ന ലക്ഷ്യങ്ങൾ നേടും വരെ സമാധാനം അകലെ എന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുന്നറിയിപ്പ് നൽകി. യുക്രൈൻ സൈന്യത്തെ പിൻവലിക്കാനും നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കാനും തയ്യാറായാൽ സമാധാനം സാധ്യമാകുമെന്നും എന്നാൽ യുക്രൈൻ അത് ആഗ്രഹിക്കുന്നില്ലെന്നും പുടിൻ പറഞ്ഞു. മോസ്കോയിൽ വാർഷിക വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു പുടിന്റെ പ്രതികരണം. യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം പുടിൻ നടത്തിയ ആദ്യ വാർഷിക വാർത്താ സമ്മേളനമായിരുന്നു കഴിഞ്ഞയാഴ്ച നടന്നത്. യുക്രൈനിൽ റഷ്യയുടെ 6,17,000 സൈനികർ പോരാടുന്നുണ്ടെന്ന് പുടിൻ പറഞ്ഞു. ഇതിൽ 2.5 ലക്ഷത്തോളം പേർ കരാർ അടിസ്ഥാനത്തിൽ സൈന്യത്തോടൊപ്പം ചേർന്നവരാണ്. യുക്രൈനിലേക്ക് 3 ലക്ഷം റിസർവ് സൈന്യത്തെ വിന്യസിക്കുമെന്ന റിപ്പോർട്ടുകളും വാർത്താ സമ്മേളനത്തിൽ പുടിൻ നിഷേധിച്ചു. പ്രതിദിനം 1,500 പേരെ റഷ്യൻ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്നും 4.86 ലക്ഷം സൈനികർ റഷ്യൻ സൈന്യവുമായി കരാർ ഒപ്പിട്ടതായും പുടിൻ കൂട്ടിച്ചേർത്തു. യുദ്ധം ആരംഭിച്ചതു മുതൽ റഷ്യയുടെ 3,15,000 സൈനികർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന അമേരിക്കയുടെ രഹസ്യാന്വേഷണ റിപ്പോർട്ടിനുകൂടി ഉത്തരം നൽകുകയായിരുന്നു വ്ളാഡിമിർ പുടിൻ. മാധ്യമപ്രവർത്തകർക്കൊപ്പം ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ഇക്കുറി പൊതുജനങ്ങൾക്കും പുടിൻ അവസരം നൽകിയിരുന്നു. ഇസ്രായേൽ ഹമാസ് യുദ്ധം 11 ആഴ്ച പിന്നിടുന്നു. മിസൈൽ ആക്രമണത്തിൽ പ്രേതഭൂമിയായി മാറിയ ഗാസയിലെങ്ങും കൊടും പട്ടിണിയും ദുരന്ത കാഴ്ചകളുമാണ്. ഗാസയിൽ മാത്രം കൊല്ലപ്പെട്ടവർ 19,000 കടന്നുവെന്നാണ് കണക്ക്. 1/2 ലക്ഷത്തോളം പേർക്ക് പരിക്കേറ്റു. ഇടവേളയ്ക്ക് ശേഷം ഗാസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് വീണ്ടും ഖത്തറും ഇസ്രായേലും ചർച്ച പുനരാരംഭിച്ചതിനെ പ്രത്യാശയോടെ നോക്കുകയാണ് ലോകം. 3 ബന്ദികളെ അബദ്ധത്തിൽ വെടിവെച്ച് കൊന്നതിന് പിന്നാലെ ഇസ്രായേലിൽ വൻ പ്രതിഷേധം. യമനിലെ ഹൂതികൾ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം ശക്തമാക്കിയത് ഇസ്രായേലിനുമേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടാക്കുമെന്ന് നിരീക്ഷകർ. വെടിനിർത്തലിനായുള്ള ലോകരാഷ്ട്രങ്ങളുടെ ആവശ്യം തള്ളിയ ഇസ്രായേൽ ഗാസയിൽ ആക്രമണം ശക്തമാക്കി. ഹമാസും തിരിച്ചടി കടുപ്പിച്ചതോടെ പല നഗരങ്ങളിലും പോരാട്ടം കനത്തു. സാധാരണക്കാർ കൊല്ലപ്പെടുന്നതിനെതിരെ ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാന സഖ്യകക്ഷിയായ അമേരിക്കയും വിമർശനവുമായി രംഗത്തെത്തി. ഗാസയിലെ കൂട്ടക്കൊല രാജ്യാന്തര തലത്തിൽ ശക്തമായ പ്രതിഷേധമുയർത്തിയ സാഹചര്യത്തിൽ US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് കഴിഞ്ഞ വ്യാഴാഴ്ച ടെൽ അവീവിലെത്തി.
വ്യാപകമായ കരയാക്രമണവും ബോംബാക്രമണവും കുറയ്ക്കണമെന്നും യുദ്ധതന്ത്രം മാറ്റി ഭീകരരെ ലക്ഷ്യമിട്ട് കൃത്യതയുള്ള ആക്രമണങ്ങൾ നടത്തണമെന്നും US ഇസ്രായേലിനോട് നിർദ്ദേശിച്ചതായാണ് റിപ്പോർട്ട്. എന്നാൽ സമ്പൂർണ്ണ വിജയം നേടും വരെ യുദ്ധം തുടരുമെന്നും മറ്റു ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. 3-4 മാസം യുദ്ധം നീളുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗ്യാലന്റും അഭിപ്രായപ്പെട്ടു. യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഇസ്രായേലി സൈന്യം വളഞ്ഞ ഷിജയ്യ, ഗാസ നഗരത്തിന്റെ കിഴക്കൻ മേഖലകൾ എന്നിവിടങ്ങളിൽ ഇരുവിഭാഗവും കനത്ത പോരാട്ടത്തിലാണ്. യുദ്ധം 2 മാസം പിന്നിടുമ്പോൾ ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം 19,000 കടന്നു. ഗാസയിലെ ആശുപത്രിയിൽ 70 ഹമാസ് ഭീകരർ കീഴടങ്ങിയതായി ഇസ്രായേലി സേന അറിയിച്ചു. ആയുധങ്ങളുമായി ഇവർ കീഴടങ്ങുന്നതിന്റെ ദൃശ്യങ്ങളും ഇസ്രായേൽ സേന പുറത്തുവിട്ടു. അതിനിടെ അതിർത്തിയിൽ ഇസ്രായേൽ സൈന്യവുമായി ഉണ്ടായ സംഘർഷത്തിൽ തങ്ങളുടെ 100-ലേറെ സായുധ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായി ലബനീസ് ഭീകര സംഘടനയായ ഹിസ്ബുള്ളയും പറഞ്ഞു. അതിനിടെ വെടിനിർത്തൽ ചർച്ചകൾക്കായി ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയും ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ തലവൻ ഡേവിഡ് ബാർണിയയും നോർവേയിലെ ഓസ്ലോയിൽ കൂടിക്കാഴ്ച നടത്തി. ഇക്കാര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും സ്ഥിരീകരിച്ചു. ഈജിപ്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും ഓസ്ലോയിലുണ്ട്. ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കാൻ യമനിലെ ഹൂതികൾ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം ശക്തമാക്കിയതോടെ കൂടുതൽ കമ്പനികൾ സർവീസുകൾ നിർത്തിവെച്ചു. ലോകത്തെ വാണിജ്യ കപ്പൽ ഗതാഗതത്തിന്റെ 40% ചെങ്കടൽ വഴിയാണ്. ചെങ്കടൽ വഴിയുള്ള കപ്പൽ നീക്കങ്ങൾ പ്രതിസന്ധിയിലാകുന്നത് ഇസ്രായേലിന് മേൽ വലിയ അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം ഹൂതികളുടെ 15 ആക്രമണ ഡ്രോണുകൾ ചെങ്കടലിൽ വെടിവെച്ച് വീഴ്ത്തിയതായി ബ്രിട്ടനും US-ഉം അവകാശപ്പെട്ടു. ഗാസയിൽ 3 ബന്ദികളെ ശത്രുക്കളെന്ന് തെറ്റിദ്ധരിച്ച് വെടിവെച്ച് കൊന്ന ഇസ്രായേൽ സൈന്യത്തിനെതിരെ രാജ്യത്തിനുള്ളിൽ ശക്തമായ പ്രതിഷേധമുയർന്നു. മറ്റു ബന്ദികളെ എത്രയും വേഗം രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാകുമെന്നാണ് വിലയിരുത്തൽ. ഗാസ സിറ്റിക്ക് സമീപം 3 ഇസ്രായേലി പൗരന്മാർ അബദ്ധത്തിൽ വെടിയേറ്റ് മരിച്ചുവെന്ന വിവരം ഇസ്രായേൽ സൈന്യം തന്നെയാണ് പുറത്തുവിട്ടത്. വീഴ്ച സമ്മതിച്ച സൈന്യം അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഹമാസ് തീവ്രവാദികൾ സാധാരണക്കാരുടെ വേഷത്തിലും പെരുമാറ്റത്തിലുമെത്തി ഒളിയുദ്ധം നടത്തുന്ന മേഖലയായതുകൊണ്ടാണ് ബന്ദികളെ തിരിച്ചറിയാൻ കഴിയാതെ പോയത് എന്നും ഇസ്രായേലി സൈനിക വക്താവ് അറിയിച്ചു. റാഫയിലെ അഭയാർത്ഥി ക്യാമ്പുകളിലുള്ളവർ നരകയാതന അനുഭവിക്കുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പൊതുസ്ഥലത്ത് നീക്കം ചെയ്യാത്ത മാലിന്യം കുന്നുകൂടുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രതിസന്ധി ഉണ്ടാക്കുന്നതായി UN ഹ്യൂമാനിറ്റേറിയൻ ഓഫീസ് അറിയിച്ചു. സഹായങ്ങൾ എത്തിയിരുന്ന തെക്കൻ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയതോടെ ഗാസ കടുത്ത പട്ടിണിയിലായി. ഗാസയിലെ അവശേഷിക്കുന്ന ജനസംഖ്യയുടെ പകുതി പേരും പട്ടിണി കിടക്കുകയാണെന്ന് UN വേൾഡ് ഫുഡ് പ്രോഗ്രാം ഓഫീസ് വെളിപ്പെടുത്തി. വടക്കൻ ഗാസയിൽ ഇസ്രായേൽ സേന ഈ മാസം 6 സെമിത്തേരികളെങ്കിലും തകർത്തുവെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത്. ഉപഗ്രഹ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. ഭരണകൂടത്തെ വിമർശിക്കുന്നവർ പെട്ടെന്ന് പൊതുസമൂഹത്തിൽ നിന്നും അപ്രത്യക്ഷരാകുന്നത് റഷ്യയിലും ചൈനയിലും പതിവാണ്. റഷ്യയിലെ പ്രതിപക്ഷ നേതാവും വ്ളാഡിമിർ പുടിൻ്റെ പ്രധാന വിമർശകനുമായ അലക്സി നവൽനി ജയിലിൽ നിന്നും കാണാതായിട്ട് ഒരാഴ്ചയായി. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പെട്ടെന്ന് അപ്രത്യക്ഷനായ നവൽനി എവിടെ എന്ന ചോദ്യം രാജ്യാന്തര തലത്തിൽ ശക്തമാകുന്നു. നവൽനി എവിടെ പോയി എന്നറിയില്ലെന്ന് റഷ്യൻ വക്താവ് ആവർത്തിച്ച് പറയുന്നു. മോസ്കോയിലെ അതീവ സുരക്ഷയുള്ള വ്ളാഡിമിറിലെ ജയിലിലായിരുന്ന അലക്സി നവൽനിക്ക് എന്തു സംഭവിച്ചു? ഭരണകൂടത്തിനില്ലാതെ മറ്റാർക്കും ഈ ചോദ്യത്തിന് മറുപടി പറയാനാകില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറയുന്നത്. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ പോരാടാൻ ശക്തമായ പ്രതിപക്ഷമോ നേതാക്കളോ റഷ്യയിൽ ഇല്ലെന്ന് തന്നെ പറയാം. ജോസഫ് സ്റ്റാലിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം റഷ്യ ഭരിക്കുന്ന നേതാവായ പുടിന് അല്പമെങ്കിലും വെല്ലുവിളി ഉയർത്തുന്ന പ്രതിപക്ഷ നേതാവാണ് അലക്സി നവൽനി. 47-കാരനായ നവൽനിയെ അപ്രസക്തനാക്കാൻ പുടിൻ അതിരുവിട്ട് പലതും ചെയ്തിട്ടുണ്ടെന്നാണ് ആരോപണം. ഇതിനിടെ കഴിഞ്ഞയാഴ്ച മുതൽ അലക്സി നവൽനിയെ കാണാനില്ല എന്ന വാർത്ത വീണ്ടും വിവാദമായി. റഷ്യയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്ന നവൽനി അപ്രത്യക്ഷനായത്. വരുന്ന മാർച്ച് 15 മുതൽ 17 വരെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് പുടിൻ 5ാം തവണയും മത്സരത്തിന് തയ്യാറെടുക്കവെയാണ് നവൽനിയുടെ അപ്രത്യക്ഷമാകൽ. പ്രതിപക്ഷവും മാധ്യമങ്ങളും പൂർണ്ണമായും തന്റെ നിയന്ത്രണ വലയത്തിലായതിനാൽ പുടിന് വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുമെന്ന് ഉറപ്പാണ്. എന്നാൽ അഴിക്കുള്ളിലായാലും നവൽനിയുടെ ശക്തി കുറച്ചു കാണാൻ വ്ളാഡിമിർ പുടിൻ തയ്യാറല്ലായിരുന്നു. തീവ്രവാദം ഉൾപ്പെടെ വിവിധ കേസുകൾ ചുമത്തി 30 വർഷത്തിലേറെ കാലം തടവിന് ശിക്ഷിക്കപ്പെട്ടാണ്
മോസ്കോയുടെ നിയന്ത്രണത്തിലുള്ള വ്ളാഡിമിറിലെ അതിസുരക്ഷാ ജയിലിൽ നവൽനിയെ പാർപ്പിച്ചിരുന്നത്. നവൽനിയുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ലെന്നും വ്ളാഡിമിർ ജയിലിൽ ഇല്ല എന്നുമുള്ള വിവരം മാധ്യമങ്ങളെ അറിയിച്ചത് അദ്ദേഹത്തിന്റെ അനുയായികളാണ്. വ്ളാഡിമിർ ജയിലിൽ നിന്ന് അദ്ദേഹത്തെ എവിടേക്കാണ് മാറ്റിയതെന്നതിൽ ദുരൂഹതയുണ്ടെന്നും ജീവന് ഭീഷണിയുണ്ടെന്നും നവൽനിയുടെ അഭിഭാഷകൻ വിദേശ മാധ്യമങ്ങളോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ പ്രധാന എതിരാളിയായ നവൽനിയെ നിശബ്ദനാക്കാൻ വ്ളാഡിമിർ പുടിൻ ലക്ഷ്യം വെച്ചിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ അനുയായികൾ കുറ്റപ്പെടുത്തി. അതേസമയം നവൽനി വിഷയത്തിൽ അമേരിക്ക നടത്തിയ ഇടപെടലിനെ റഷ്യ വിമർശിച്ചു. നവൽനി എവിടെയാണെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്ന് റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ് ഒഴിഞ്ഞുമാറി. നവൽനി എവിടെയാണെന്ന് തനിക്ക് അറിയില്ലെന്നായിരുന്നു പെസ്കോവിന്റെ പ്രതികരണം. തീവ്രവാദം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 30 വർഷത്തിലേറെ കാലത്തെ ജയിൽവാസമാണ് നവൽനിക്ക് വിധിച്ചത്. ഭരണകൂടം ചുമത്തിയ ഈ കേസുകളെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് നവൽനിയുടെ അണികൾ കുറ്റപ്പെടുത്തുന്നത്. ജയിലിൽ നിന്ന് അപ്രത്യക്ഷനാകുന്നതിന് ഒരാഴ്ച മുൻപ് നവൽനിക്കെതിരെ പ്രോസിക്യൂട്ടർമാർ പുതിയ കുറ്റം ചുമത്തിയിരുന്നു. നശീകരണ കുറ്റകൃത്യങ്ങൾ ഉൾക്കൊള്ളുന്ന റഷ്യൻ ശിക്ഷാ നിയമത്തിലെ ആർട്ടിക്കിൾ 214 പ്രകാരം പുതിയ കുറ്റം ചുമത്തി അന്വേഷണം ആരംഭിച്ചെന്ന് നവൽനി തന്നെ സഹപ്രവർത്തകരെ അറിയിച്ചിരുന്നു. താൻ എന്തു കുറ്റം ചെയ്തെന്നോ തനിക്കെതിരെ എന്തിനാണ് പുതിയ കുറ്റങ്ങൾ ചുമത്തിയതെന്നോ അറിയില്ലെന്ന് ഏകാന്ത തടവിൽ തന്നെ സന്ദർശിച്ച അഭിഭാഷകനോട് നവൽനി പറഞ്ഞുവെന്നാണ് റിപ്പോർട്ട്. ഒരു തീവ്രവാദ സംഘടന സ്ഥാപിക്കുകയും അതിന് ധനസഹായം നൽകുകയും ചെയ്തെന്ന കുറ്റത്തിന് ഇക്കഴിഞ്ഞ ഏപ്രിലിൽ അലക്സിക്ക് 19 വർഷം കൂടി തടവ് വിധിച്ചിരുന്നു. വഞ്ചനാ കുറ്റത്തിനടക്കം നിലവിൽ 11.5 വർഷത്തെ തടവ് അനുഭവിച്ചു വരികയായിരുന്നു അദ്ദേഹം. നിയമലംഘനം നടത്തുന്ന റഷ്യൻ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തിയിരുന്ന ആന്റി കറപ്ഷൻ ഫൗണ്ടേഷൻ എന്ന NGOയ്ക്ക് രൂപം കൊടുത്തത് അലക്സി നവൽനിയായിരുന്നു. എന്നാൽ തീവ്രവാദ ബന്ധം ആരോപിച്ച് സംഘടനയെ 2021 റഷ്യൻ ഭരണകൂടം നിരോധിച്ചിരുന്നു. ജയിൽ അധികൃതർ വിഷം നൽകിയതുൾപ്പെടെ അനവധി ഗുരുതര ആരോപണങ്ങൾ അലക്സി നവൽനി നേരത്തെ ഉന്നയിച്ചിരുന്നു. ഇതെല്ലാം റഷ്യൻ ഭരണകൂടം നിഷേധിച്ചിരുന്നു. 2020 ഓഗസ്റ്റിൽ നവൽനിക്ക് നേരെ വധശ്രമം നടന്നിരുന്നു. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കണ്ണിലെ കരടായി മാറിയ നവൽനി സൈബീരിയയിൽ നിന്ന് മോസ്കോയിലേക്കുള്ള യാത്രയ്ക്കിടെ അവശ നിലയിലായതിനെ തുടർന്ന് വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തി അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. സൈബീരിയയിലെ ടോംസ്ക് നഗരത്തിലെ വിമാനത്താവളത്തിൽ നവൽനി കുടിച്ച ചായയിൽ വിഷാംശമുണ്ടായിരുന്നുവെന്നാണ് അന്ന് അദ്ദേഹത്തിന്റെ വക്താവ് കിര യാർമിഷ് വെളിപ്പെടുത്തിയത്. യാത്രയ്ക്കിടെ ബോധരഹിതനായി വീണതിനെ തുടർന്ന് വിമാനം ഓംസ്ക് വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കുകയായിരുന്നു. മാരകമായ നോവിചോക്കാണ് അദ്ദേഹത്തിന്റെ ഉള്ളിലെത്തിയതെന്നാണ് അന്നുയർന്നിരുന്ന ആരോപണം. 70കളിൽ സോവിയറ്റ് യൂണിയൻ വികസിപ്പിച്ചെടുത്ത നാഡീവ്യവസ്ഥയെ തകർക്കുന്ന അപകടകാരിയായ നെർവ് ഏജന്റാണ് നോവിചോക്ക്. റഷ്യയിൽ വേണ്ടത്ര ചികിത്സ ലഭിക്കുന്നില്ല എന്ന വിവാദം അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായതിനു പിന്നാലെ നവൽനിയെ ജർമ്മനിയിലേക്ക് മാറ്റാൻ പുടിൻ ഭരണകൂടം അനുവദിച്ചു. ജർമ്മനിയിലെ ചികിത്സയ്ക്ക് ശേഷം ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയ അലക്സി 2021 റഷ്യയിലെത്തി. എന്നാൽ വിമാനത്താവളത്ത് വെച്ച് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അഴിക്കുള്ളിലാക്കുകയായിരുന്നു. പുടിന്റെയും റഷ്യൻ ഭരണകൂടത്തിന്റെയും അഴിമതി കഥകൾ ബ്ലോഗിലൂടെ ജനങ്ങളുടെ മുന്നിലെത്തിച്ചായിരുന്നു നവൽനി പൊതുരംഗത്ത് സജീവമായത്. പിന്നീട് രാഷ്ട്രീയത്തിലിറങ്ങിയതോടെ നവൽനി പുടിന് കൂടുതൽ തലവേദനയായി. തുടർന്ന് വിവിധ കേസുകൾ ചുമത്തി അറസ്റ്റ് ചെയ്തെങ്കിലും നവൽനി പുടിനെതിരെ വിമർശനം തുടരുകയും അദ്ദേഹത്തിന് ജനപിന്തുണ ഏറുകയും ചെയ്തു. പുടിനെയും അദ്ദേഹത്തിന്റെ യുണൈറ്റഡ് റഷ്യ പാർട്ടിയെയും നവൽനി വിശേഷിപ്പിച്ചിരുന്നത് കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും സംഘമെന്നാണ്. അതിന്റെ പ്രത്യാഘാതങ്ങൾ പലപ്പോഴായി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് നവൽനിക്ക്. 2017 പ്രക്ഷോഭത്തിനിടെ പുടിന്റെ അനുയായികൾ രാസവസ്തു എറിഞ്ഞപ്പോൾ മുഖത്ത് പൊള്ളലേറ്റ് നവൽനിയുടെ വലത് കണ്ണിന്റെ കാഴ്ച താൽക്കാലികമായി നഷ്ടപ്പെട്ടിരുന്നു. പുടിന്റെ അപ്രീതി സമ്പാദിച്ചവർക്ക് വിഷബാധയേൽക്കുകയും അവരിൽ ചിലർ മരിക്കുകയും മറ്റു ചിലർ മാസങ്ങളോളം മരണവുമായി മല്ലിടേണ്ടി വരികയും ചെയ്ത സംഭവങ്ങളുടെ നീണ്ട ചരിത്രം മുന്നിലുണ്ട്. അതറിയാവുന്നതുകൊണ്ടാണ് ലോകം ചോദിക്കുന്നത്, അലക്സി നവൽനി എവിടെ? ലോകത്തിൻ്റെ കറുപ്പ് ലഹരിയുടെ തലസ്ഥാനമെന്നാണ് അഫ്ഗാനിസ്ഥാൻ അറിയപ്പെടുന്നത്. ഭീകരപ്രവർത്തകരുടെ പ്രധാന വരുമാന മാർഗമായതുകൊണ്ട് പോപ്പി കൃഷി നിയന്ത്രിച്ചത് അവരായിരുന്നു. പ്രതിവർഷം 36 ലക്ഷം കിലോഗ്രാം കറുപ്പ് ഉൽപ്പാദിപ്പിച്ചിരുന്ന അഫ്ഗാനിസ്ഥാനായിരുന്നു 1ാം സ്ഥാനത്ത്. എന്നാൽ അഫ്ഗാനെ ബഹുദൂരം പിന്നിലാക്കി കറുപ്പ് ഉൽപ്പാദനത്തിൽ മ്യാൻമർ 1ാം സ്ഥാനത്തെത്തി എന്നാണ് UN പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട്.
ലോകരാജ്യങ്ങൾ ഭയക്കുന്ന രണ്ട് പ്രദേശമാണ് ഗോൾഡൻ ട്രയാങ്കിളും ഗോൾഡൻ ക്രസന്റും. ലോകത്തെ ലഹരിയുടെ ആഴങ്ങളിലേക്ക് മുങ്ങിത്താഴ്ത്തുന്ന പ്രദേശങ്ങളാണ് ഇവ രണ്ടും. തായ്ലൻഡ്, ലാവോസ്, മ്യാൻമാർ എന്നീ 3 രാജ്യങ്ങളിലായി പടർന്നുകിടക്കുന്ന ത്രികോണാകൃതിയിലുള്ള പ്രദേശമാണ് ഗോൾഡൻ ട്രയാങ്കിൾ അഥവാ സുവർണ ത്രികോണം. 3.5 ലക്ഷത്തിലേറെ ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ പ്രദേശത്തെ ലോകശ്രദ്ധയിൽ കൊണ്ടുവന്നതാകട്ടെ കറുപ്പ് അഥവാ ഓപ്പിയം ഉൽപാദനത്തിന്റെ പേരിലും. അമേരിക്കൻ ചാരസംഘടനയായ CIA ആണ് ഈ പ്രദേശത്തിന് ഗോൾഡൻ ട്രയാങ്കിൾ എന്ന പേരിട്ടത്. അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള പർവ്വത പ്രദേശത്തെയാണ് ഗോൾഡൻ ക്രസന്റ് എന്ന് വിളിക്കുന്നത്. മധ്യ, തെക്ക്, പടിഞ്ഞാറൻ ഏഷ്യ എന്നിവിടങ്ങളിലെ സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം കുപ്രസിദ്ധമായതും കറുപ്പ് ഉൽപാദനത്തിന്റെ പേരിൽ. ലോകത്തെ ഏറ്റവും കൂടുതൽ കറുപ്പും കഞ്ചാവും ഉത്പാദിപ്പിക്കുന്ന 2 പ്രദേശങ്ങളാണ് ഗോൾഡൻ ട്രയാങ്കിളും ഗോൾഡൻ ക്രസന്റും. 21-ാം നൂറ്റാണ്ടിന്റെ ആരംഭം വരെ ലോകത്തിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന വലിയൊരു ശതമാനം കറുപ്പും അതിന്റെ ഉൽപ്പന്നമായ ഹെറോയിനും പുറത്തുവന്നിരുന്നത് ഗോൾഡൻ ട്രയാങ്കിളിൽ നിന്നായിരുന്നു. പിന്നീട് അഫ്ഗാനിസ്ഥാൻ കറുപ്പ് ഉൽപാദനത്തിൽ മുന്നിലെത്തുകയായിരുന്നു. താലിബാൻ തുടങ്ങിയ ഭീകരവാദ സംഘടനകളുടെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നായിരുന്നു കറുപ്പ്. യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം നടത്തിയ പഠനത്തിൽ കഴിഞ്ഞ 10 വർഷത്തെ ഹെറോയിൻ ഉൽപാദനത്തിന്റെ ഉറവിട മേഖലകളിൽ മാറ്റങ്ങൾ മാറിമറിയുന്നുണ്ട്. 1991-ൽ അഫ്ഗാനിസ്ഥാൻ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കറുപ്പ് ഉൽപാദക രാജ്യമാകുകയും 1782 മെട്രിക് ടൺ വിളവെടുക്കുകയും ചെയ്തിരുന്നു. ഇതേ കാലയളവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഹാഷിഷ് ഉത്പാദക രാജ്യവും അഫ്ഗാനിസ്ഥാനായിരുന്നു. 90% നോൺ ഫാർമസ്യൂട്ടിക്കൽ ഗ്രേഡ് കറുപ്പും ഉത്പാദിപ്പിച്ചിരുന്നതും അഫ്ഗാനിസ്ഥാനിൽ. അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ കറുപ്പ് ഉത്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഗോൾഡൻ ട്രയാങ്കിളിൽ ഉൾപ്പെടുന്ന മ്യാൻമാർ. എന്നാൽ കറുപ്പ് ഉൽപാദനത്തിൽ അഫ്ഗാനിസ്ഥാനെ പിന്തള്ളിയിരിക്കുകയാണ് മ്യാൻമാർ. കഴിഞ്ഞ ചൊവ്വാഴ്ച UN പുറത്തുവിട്ട കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ലോകത്തിൽ ഏറ്റവും അധികം കറുപ്പ് കൃഷി ചെയ്ത് വിളവെടുക്കുന്ന രാജ്യമായി മാറി മ്യാൻമാർ. മുൻ വർഷത്തേക്കാൾ 36% കറുപ്പ് അധികം ഉൽപ്പാദിപ്പിച്ചാണ് മ്യാൻമാർ അഫ്ഗാനിസ്ഥാനെ ബഹുദൂരം പിന്തള്ളിയത്. 2022-23 അഫ്ഗാനിസ്ഥാൻ 330 ടൺ കറുപ്പ് മാത്രം ഉത്പാദിപ്പിച്ചപ്പോൾ മ്യാൻമാറിന്റേത് 1080 ടണ്ണാണ്. മ്യാൻമാറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 20 വർഷത്തെ ഏറ്റവും ഉയർന്ന ഉൽപാദന നിരക്കാണിത്. ഭരണത്തിലെത്തിയ ശേഷം താലിബാൻ പോപ്പി കൃഷിക്ക് വിലക്ക് പ്രഖ്യാപിച്ചതാണ് അഫ്ഗാനിസ്ഥാനിലെ കറുപ്പ് ഉത്പാദനം 95% കുറയാൻ കാരണമെന്ന് UN റിപ്പോർട്ടിൽ പറയുന്നു. The Biden administration seems to be asking for is billions of additional dollars with no appropriate oversight, no clear strategy to win. Increasingly sophisticated farming practice in Myanmar over the last few years, resulting in the record opium yield per hectare. 2021-ലെ പട്ടാള അട്ടിമറിയും അതിനെ തുടർന്നുള്ള ആഭ്യന്തര കലാപങ്ങളും വ്യാപകമായതോടെ മ്യാൻമാറിൽ വരുമാനത്തിനുള്ള ഏക മാർഗമായി കറുപ്പ് കൃഷി മാറി എന്നാണ് UN റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. സൈനിക ഭരണകൂടത്തിനെതിരായ പോരാട്ടത്തിൽ വിഘടനവാദികൾക്ക് സഹായകരമാകുന്നത് കറുപ്പ് കൃഷിയിൽ നിന്നുള്ള വരുമാനമാണ്. മാത്രവുമല്ല, കറുപ്പ് കൃഷിയിൽ നിന്നുള്ള വരുമാനവും കൂടുതൽ ആളുകളെ ഈ കൃഷിയിലേക്ക് ആകർഷിക്കുന്നു. മ്യാൻമാറിലെ ഷാൻ പ്രവിശ്യയിലാണ് ഏറ്റവും കൂടുതൽ കറുപ്പ് കൃഷി ചെയ്യുന്നത്. മ്യാൻമാറിന്റെ മറ്റ് മേഖലയിൽ ജോലി നഷ്ടമായവരും ഷാൻ മേഖലയിലേക്ക് കുടിയേറുന്നതിന്റെ പ്രധാന കാരണം കറുപ്പിൽ നിന്ന് ലഭിക്കുന്ന പണം തന്നെ. കഴിഞ്ഞ വർഷം 154 ടൺ ഹെറോയിൻ മ്യാൻമാറിൽ നിന്ന് കയറ്റുമതി ചെയ്തുവെന്നാണ് കണക്കുകൾ വിശദമാക്കുന്നത്. ഇതേസമയം മ്യാൻമാർ ഉൽപ്പാദിച്ച കറുപ്പ് 790 മെട്രിക് ടണ്ണും. $2.2 ബില്യൺ ഇതിലൂടെ ലഭിച്ച വരുമാനം. ഇത് മ്യാൻമാറിന്റെ GDPയുടെ 1.7 മുതൽ 4.1% വരെയാണെന്ന് യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈമിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. കൂടുതലായി നിക്ഷേപം എത്തുന്നതും മെച്ചപ്പെട്ട കൃഷിരീതികളും ജലസേചനവും രാസവളങ്ങളുടെ ഉപയോഗവും കാരണം വലിയ തോതിലുള്ള കറുപ്പ് കൃഷിയാണ് മ്യാൻമാറിൽ നടക്കുന്നത്. കറുപ്പ് ഉത്പാദനവുമായി ബന്ധപ്പെട്ട ശക്തമായ മാഫിയ സംഘം മ്യാൻമാറിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിയമവിരുദ്ധമായ മയക്കുമരുന്ന് ഉൽപാദനം അവസാനിപ്പിക്കുമെന്ന് താലിബാൻ അധികാരികൾ പ്രഖ്യാപിച്ചതിനുശേഷം കുറച്ചു വർഷങ്ങളായി ലോകത്തിലെ ഏറ്റവും വലിയ ഉൽപാദകരായിരുന്ന അഫ്ഗാനിസ്ഥാനിൽ കറുപ്പ് വ്യാപാരം കുത്തനെ കുറഞ്ഞു. മുൻപ് ലോകത്തെ കറുപ്പ് ഉത്പാദനത്തിന്റെ 72% അഫ്ഗാനിലായിരുന്നു. 2001-ൽ 8000 ഹെക്ടറിൽ കറുപ്പ് കൃഷിയാണ് ഉണ്ടായിരുന്നതെങ്കിൽ 2020-ൽ ഇത് 2.25 ലക്ഷം ഹെക്ടറായി വർദ്ധിച്ചുവെന്നാണ് റിപ്പോർട്ട്. അഫ്ഗാനിലെ യുദ്ധപ്രഭുക്കളുടെ യഥേഷ്ട പിന്തുണയും കറുപ്പ് കൃഷിക്ക് ഉണ്ടായിരുന്നു. അവർക്ക് പോരടിക്കാനുള്ള പണത്തിൽ നല്ലൊരു പങ്ക് കറുപ്പിൽ നിന്നാണ് ലഭിച്ചിരുന്നത്.
മറ്റ് കൃഷികൾക്കൊന്നും ലഭിക്കാത്ത ലാഭവും താരതമ്യേന ഉറപ്പുള്ള ഫലങ്ങളുമാണ് കർഷകരെ കറുപ്പിലേക്ക് തള്ളിവിടുന്നത്. വൻപിച്ച തൊഴിലില്ലായ്മ കാരണം ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൂടിയാകുമ്പോൾ യുവാക്കൾ ഉൾപ്പെടെ ഇതിലേക്ക് ആകൃഷ്ടരാകുന്നതും ഏറെ. പക്ഷേ ഗോൾഡൻ ട്രയാങ്കിളിനും ഗോൾഡൻ ക്രസന്റിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് ലഹരികൃഷിയുടെ ദുരന്തങ്ങൾ അനുഭവിക്കുന്നത്. ആയുധക്കടത്തിനും ലഹരിക്കടത്തിനും ഒരേ മാർഗങ്ങളാണ് ഭീകര സംഘടനകളും മാഫിയ സംഘങ്ങളും ഉപയോഗിക്കുന്നതെന്നും വെല്ലുവിളികൾ ഉയർത്തുന്നു. ആയുധക്കടത്തിനും ലഹരിക്കടത്തിനും ഒരേ മാർഗങ്ങളാണ് ഭീകര സംഘടനകളും മാഫിയ സംഘങ്ങളും ഉപയോഗിക്കുന്നതെന്നതും വെല്ലുവിളികൾ ഉയർത്തുന്നു. വെറും 27 പേർ മാത്രമുള്ള ഒരു രാജ്യമുണ്ടെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. എന്നാൽ അങ്ങനെ ഒരു രാജ്യമുണ്ട്. പേര് സീലാൻഡ്. സ്വന്തമായി കറൻസിയും പതാകയും രാജാവും സൈന്യവുമുള്ള ആ കുഞ്ഞൻ രാജ്യത്തിൻ്റെ മറ്റു പ്രത്യേകതകളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ദൂരെ കടലിൽ 2 വലിയ തൂണുകളിൽ നിൽക്കുന്നത് പൊളിഞ്ഞുപോയ പാലത്തിന്റെ അവശിഷ്ടമായി വിചാരിക്കരുത്. അതൊരു രാജ്യമാണ്. വിശ്വസിക്കാൻ പ്രയാസമായിരിക്കാം. പക്ഷേ ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യമായി ഗിന്നസ് ബുക്ക് അംഗീകരിച്ച രാജ്യമാണിത്. പേര് പ്രിൻസിപ്പാലിറ്റി ഓഫ് സീലാൻഡ്. ഔദ്യോഗികമായിട്ടല്ലെങ്കിലും ലോകത്തെ 200 രാജ്യങ്ങളിലൊന്നായിട്ടാണ് പ്രിൻസിപ്പാലിറ്റി ഓഫ് സീലാൻഡിനെയും കണക്കാക്കുന്നത്. ഒരു ബാസ്കറ്റ്ബോൾ മൈതാനത്തോളം വിസ്തൃതിയുള്ള ഈ രാജ്യം ഇംഗ്ലണ്ടിന്റെ വടക്കൻ കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ അല്ല രാഷ്ട്രതലവൻ. ഭരണകാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും വേണ്ട സമയത്ത് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതും രാജാവും രാജ്ഞിയുമാണ്. ഇംഗ്ലണ്ടിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം ദൂരമുള്ള പ്രിൻസിപ്പാലിറ്റി ഓഫ് സീലാൻഡിന് സ്വന്തമായി കറൻസിയും പതാകയുമുണ്ട്. ദേശീയഗാനവും പാസ്പോർട്ടും സ്റ്റാമ്പുകളും ഒക്കെയുള്ള സീലാൻഡിന് സ്വന്തമായി ഒരു ഫുട്ബോൾ ടീമുമുണ്ട്. ഇപ്പറഞ്ഞതിനേക്കാൾ കൗതുകം, വേണ്ടിവന്നാൽ രാജ്യത്തിനു വേണ്ടി പോരാടാൻ ഒരു സൈന്യവും ഈ മൈക്രോനേഷനുണ്ട്. രണ്ടാം ലോക യുദ്ധകാലത്ത് അന്താരാഷ്ട്ര കപ്പൽ ചാനലിലൂടെയുള്ള കപ്പൽ ഗതാഗതം സംരക്ഷിക്കുവാനായി ബ്രിട്ടീഷ് നാവിക മേധാവിയിൽ ഉദിച്ച ആശയമാണ് റഫ് ടവർ. ബ്രിട്ടീഷ് കപ്പലുകളുടെ യാത്ര സുഗമമാക്കുവാനും ജർമ്മൻ ആക്രമണത്തെ തടയുവാനും കടലിൽ നിരീക്ഷണ ഗോപുരങ്ങൾ സ്ഥാപിക്കുക. അങ്ങനെയാണ് 1943 റഫ് ടവർ എന്ന അപരനാമമുള്ള ഹെർ മജസ്റ്റി ഫോർട്ട് റഫ് നിർമ്മിച്ചത്. ഇന്ത്യയിൽ ജനിച്ച ഗൈ ആൻസൺ മൗൺസെൽ എന്ന പ്രശസ്ത ബ്രിട്ടീഷ് എഞ്ചിനീയറാണ് ഈ കടൽക്കോട്ടയുടെ ശില്പി. രണ്ടാം ലോക യുദ്ധകാലത്ത് 100 മുതൽ 300 വരെ നാവിക ഉദ്യോഗസ്ഥർ ഇവിടെ തങ്ങിയിരുന്നു. യുദ്ധം അവസാനിച്ചപ്പോൾ ജർമ്മൻ ആക്രമണത്തെ തടയാൻ നിർമ്മിച്ച കടൽക്കോട്ട ബ്രിട്ടീഷ് നാവികസേന ഉപേക്ഷിക്കുകയായിരുന്നു. ഏറെ നാൾ അനാഥമായി കിടന്ന ടവർ 1967 പാഡി ബേറ്റ്സ് എന്ന ആള് നിയന്ത്രണം ഏറ്റെടുത്തു. തന്റെ നിയമവിരുദ്ധ റേഡിയോ സ്റ്റേഷനായ റേഡിയോ എസെക്സ് പ്രവർത്തിക്കാനായിരുന്നു പാഡി ബേറ്റ്സ് ടവറിൽ കടന്നുകൂടിയത്. ഇതേ വർഷം ഭാര്യ ജോവാന്റെ ജന്മദിനത്തിൽ ബേറ്റ്സ് സ്വയം രാജാവായും സീലാൻഡിനെ സ്വതന്ത്ര രാജ്യമായും പ്രഖ്യാപിച്ചു. ഒരിക്കൽ സീലാൻഡിനടുത്തെത്തിയ ബ്രിട്ടീഷ് തൊഴിലാളികൾക്ക് നേരെ ബേറ്റ്സിന്റെ മകൻ മൈക്കിൾ ബേറ്റ്സ് വെടിവച്ചതിനെ തുടർന്നുണ്ടായ കേസ് ബ്രിട്ടീഷ് കോടതിയിലെത്തി. നിയമയുദ്ധത്തിൽ ബ്രിട്ടന്റെ സമുദ്രാധികാര പരിധിക്ക് പുറത്താണ് സീലാൻഡ് എന്നും സ്വതന്ത്ര രാജ്യമാണെന്നും കോടതി തീർപ്പാക്കി. സീലാൻഡിന് ലഭിച്ച ആദ്യത്തെ അംഗീകാരമായിരുന്നു അത്. 54 വർഷമായി UK സർക്കാരിനെ ധിക്കരിച്ചാണ് ഈ കുഞ്ഞൻ രാജ്യം പ്രവർത്തിക്കുന്നത്. പാഡിയുടെ പിന്മുറക്കാരാണ് പ്രിൻസിപ്പാലിറ്റി ഓഫ് സീലാൻഡിലെ ഇപ്പോഴത്തെ ജനത. ജർമ്മൻകാരനായ അലക്സാണ്ടർ അഹൻബാന്റെ നേതൃത്വത്തിൽ നടന്ന അട്ടിമറി ശ്രമത്തെ ബ്രിട്ടന്റെ സഹായത്തോടെ ബേറ്റ്സ് പരാജയപ്പെടുത്തി. പാഡി ബേറ്റ്സിന്റെ മകൻ മിഷേൽ ബേറ്റ്സ് ആണ് നിലവിലെ രാജാവ്. രാജ്യത്തിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് മിഷേൽ വിപുലമായ ആഘോഷങ്ങളാണ് പ്രിൻസിപ്പാലിറ്റി ഓഫ് സീലൻഡിൽ ഒരുക്കിയിരിക്കുന്നത്. ഹോളിവുഡ് താരങ്ങൾ, അന്താരാഷ്ട്ര നിയമജ്ഞർ, സോഷ്യൽ മീഡിയ വിദഗ്ധർ തുടങ്ങിയ പ്രമുഖർ ആഘോഷത്തിൽ പങ്കെടുത്തിരുന്നു. ലോകം പോയ വാരം ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.